ഒരുപാട് ലോഡിങ്ങിന് വന്നോണ്ടിരിക്കണേ. അതുകൊണ്ട് ഞങ്ങൾക്ക് മടുക്കൂല. ആഹാ, ഈ ഒരു വഴി തൊട്ടടുത്തുള്ള ഈ ഒരു വഴി എന്ന് പറയുമ്പോ ഒരു ഹിഡൻ സ്പേസ് ആണ്. ഇട്ടോ ഞാൻ പിടിക്കൂല. ഇതാണ് ഇവരുടെ ഗ്രൗണ്ട് ഫ്ലോർ. സെലക്ഷൻ ഉണ്ട്. ലോഡ് കണക്കിന് ഡെയിലി 100-150 ഡിസൈൻസ്. ഇത് എത്രാമത്തെ ലോഡോ ചേട്ടാ? ഒരു അഞ്ചാമത്തെ. നല്ല സൂപ്പർ കളക്ഷൻ ആണ്. ഫുൾ പവർ. റേറ്റ് നല്ലതാണ്, ക്വാളിറ്റി നല്ലതാണ്, കളക്ഷൻ ഉണ്ട്. കസ്റ്റമർ പറഞ്ഞ ഡിസൈൻ ഉണ്ടാക്കി തരും. നല്ല കളക്ഷൻ എല്ലാം നല്ല സൂപ്പറാ. ഞങ്ങൾ എല്ലാ പ്രാവശ്യം വരും ഇവിടെ. ഡെയിലി 200 ബേൽ വരും. ബണ്ടാല ബ്രാൻഡ് പറയുമ്പോ ഗൗരവ്, രാഹുൽ, ഋത്വി, വർദ്ധമാൻ, ബിസ്ലിസി, പിന്നെ ഫാക്ടറിയിൽ വന്ന ഫാക്ടറി റേറ്റ്. രാഹുൽ, ഗൗരവ്, ബിസിലിസി ഉണ്ട്, വർത്തമാനം ഉണ്ട്, വെർട്ടിക്കലിൽ ഫോയിൽ പ്രിന്റ്. ഏത് കളർ ചോദിച്ചാലും ഇവിടെ കിട്ടും. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോഡ് കണക്കിന് ഡെയിലി 100-150 ഡിസൈൻസ് ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. ചേട്ടന്മാരില്ലാണ്ട് നമുക്ക് ഒരു മാർക്കറ്റിൽ ഒരു കച്ചവടം നടക്കില്ല. ചേട്ടന്മാരെ ബിസി ആണല്ലോ നമ്മുടെ യൂണിയൻ ചേട്ടന്മാരെ. എന്നും ഇങ്ങനെ സ്റ്റോക്ക് ഇറക്കി നിങ്ങൾക്ക് മടുപ്പ് വരുന്നില്ലേ? മടുക്കലിൽ ഇവിടെ എപ്പോഴും എല്ലാ തരത്തിലുള്ള തുണി ഐറ്റംസ്, പുതിയ പുതിയ ഐറ്റംസ് ഒരുപാട് ലോഡിങ്ങിന് വന്നോണ്ടിരിക്കണേ. അതുകൊണ്ട് ഞങ്ങൾക്ക് മടുക്കൂല. ഞങ്ങൾക്ക് ജോലി കിട്ടണതാണല്ലോ. ഏറ്റവും കൂടുതൽ ജോലി കിട്ടുന്നത് ഇപ്പൊ ഈ സ്ഥാപനത്തിലാണ്. അതുപോലെ നല്ല നല്ല പുതിയ പുതിയ കളക്ഷൻസ് നിങ്ങൾക്ക് എത്തിക്കാനായിട്ട് ഇനി ഇത് ഇരിക്കണമൊക്കെ ഇനി ഇറക്കി ഇങ്ങനെ ലോഡ് ബാക്കിലേക്ക് ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇനിയിപ്പോ ഇറക്കി ആകെ ടയർഡായി നമ്മുടെ പിള്ളേരെല്ലാരും. എല്ലാരും ഉഷാറാണ്. വണ്ടി വരുന്നതോടുകൂടി നമ്മൾ ഉഷാറാണ് അല്ലേ? എന്താണ് തിരക്ക്. ലോഡ് അങ്ങോട്ട് പോണോ? പുതിയത് മേടിച്ചിട്ടുള്ള കളക്ഷൻസ് അങ്ങോട്ടും പോണോ? അപ്പൊ ഇവിടുന്ന് ഇറക്കണോ? ഫുൾ പവർ. സെറ്റാണോ മക്കളെ? ഇറക്കാണ്. ശരിക്കും പറഞ്ഞ ഓണത്തിന് യൂണിയൻ ചേട്ടന്മാരില്ലാണ്ട് നമുക്ക് ഒരു ഓണമില്ല അല്ലേ ചേട്ടാ? അപ്പൊ ഒരു ഓണത്തിന് ഓണാശംസകൾ പറയണ്ടേ? എല്ലാവർക്കും ഹാപ്പി ഓണാശംസകൾ. ഫേസ് ഒന്ന് കണ്ടോ? ഓക്കെ, അപ്പൊ ഇനി നമ്മൾ വന്നിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത്, ഞാൻ കടയുടെ പേര് പറയാം, എന്തായാലും ഉള്ളിലേക്ക് നമുക്ക് കയറാം. പക്ഷെ അതിനേക്കാളും മുന്നേ നമുക്ക് വഴിയൊക്കെ ക്ലിയർ ആയിട്ടൊന്ന് കാണിക്കണം. പിന്നെ ഇവിടുത്തെ തിരക്കൊന്ന് ജസ്റ്റ് നോക്കിയിട്ട് നമുക്ക് വഴി എങ്ങനെയാണ് ലൊക്കേഷൻ കാര്യങ്ങൾ വരുന്നതൊന്ന് നോക്കിയിട്ട് വരാം. ഇപ്പൊ അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു സമയം കൂടിയാണ് കേട്ടോ. ഇതാണ് ഇവരുടെ ഗ്രൗണ്ട് ഫ്ലോർ. അതുപോലെ ഇവിടെയാണ് ഇവരുടെ ഡിസ്പാച്ച് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇത് ഡിസ്പാച്ച്, ബില്ലിങ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. എന്തായാലും നമുക്ക് ഇതൊക്കെ എന്താ സംഭവം? ഇത് ഫുൾ പോവാനുള്ളതാ ഈ കാണിക്കുന്നതൊക്കെ? ഇത് ഓരോരുത്തരും ഇങ്ങനെ മേടിച്ചിങ്ങനെ നിറച്ചതാ ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ കൊണ്ടുപോവാണ്. അപ്പൊ പോരെ ചേട്ടാ? ഏത് സ്ഥലത്തുനിന്നാ വരുന്നേന്ന്? ലോക്കൽ തന്നെ ഓടണത്. ഓക്കെ. അതെ ഇങ്ങോട്ട് വാ. മോളിന്ന് ഇങ്ങടെ ഇറക്കല് ഇതേ ഇടണു. മോളിന്ന് ആഹാ, എളുപ്പത്തിന് മോളിന്ന് ഇടാ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പാർസൽ പോരട്ടെ. ചേട്ടാ ഇങ്ങോട്ട് വന്നാൽ നന്നായിട്ട് കിട്ടും. അപ്പൊ പുതിയ കളക്ഷൻസ് ആണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇട്ടോ ഞാൻ പിടിക്കൂല. ചിലപ്പോ തലയിൽ വീണ നമ്മുടെ പണി പോവേ. അപ്പൊ അങ്ങനെ കളക്ഷൻസ് ലോഡ് കണക്കിന് വന്നിട്ടുണ്ട്. പുതിയ പുതിയ കളക്ഷൻസ് ഡെയിലി 100-150 പീസല്ല ഡിസൈൻസ് മാത്രമാണ് കേട്ടോ ഇവിടെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മുംബൈ തൊട്ട് കന്യാകുമാരി വരെ ഒന്നും ഉള്ളവരൊക്കെ ഇങ്ങോട്ട് പോകുന്നത്. കാരണം എല്ലാ ഡിസൈൻസും ഒക്കെ ഇവിടെ തന്നെയാണ്. നല്ല നല്ല സ്റ്റോക്സും ഇവിടെ തന്നെയാണ് അല്ലേ? ഇവിടുത്തെ സ്റ്റാഫ് അല്ലേ? എന്താ പറയാ? മലയാളം അറിയോ? എന്താ പറയാ? നമ്മുടെ മുംബൈ പ്രിൻസിനെ കുറിച്ച് കളക്ഷൻസ് ഒക്കെ എത്തിച്ചില്ലേ? നമുക്ക് ഫുൾ പവറാന്ന് ചേട്ടൻ പറഞ്ഞു. അതുപോലെ ഫുൾ പവറാന്ന്, ഒരു രക്ഷയില്ലാത്ത പവർ കളക്ഷൻ. അപ്പൊ നമുക്ക് എന്തായാലും ലൊക്കേഷൻ കാണിച്ചിട്ട് നമുക്ക് ഉള്ളിലേക്ക് കയറാം. ഉള്ളിൽ അത്യാവശ്യം നല്ല തിരക്ക് ഇപ്പൊ ഓൾറെഡി ഉണ്ട്. ഇവര് ഈ ഒരു ആവശ്യം കാണുമ്പോൾ ഫുൾ പവറോട് പവറാണ്. ശരി, പോവാം. നമുക്കൊന്ന് ലൊക്കേഷൻ കാണിച്ചിട്ട് വരാം. അടുത്ത ലോഡ് നമ്മൾ ലൊക്കേഷൻ കാണിക്കാൻ വരുമ്പോഴേക്കും ഇതേ അടുത്ത ലോഡ് പോയിക്കൊണ്ടിരിക്കണം. അപ്പൊ ഓരോ മണിക്കൂർ തോരാണ് കേട്ടോ ഇവിടെ ലോഡ് ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കണം. അത്രയും അധികം കളക്ഷൻസ് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, മുംബൈ തൊട്ട് കന്യാകുമാരി വരെ ഒന്നും പോകേണ്ട ഒരു ആവശ്യമില്ല. എല്ലാ കളക്ഷൻസും നമുക്ക് ഇവിടെ കിട്ടും. ഇനി ലൊക്കേഷൻ പറയാം. ലൊക്കേഷൻ വരുന്നത്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ഒരു മാർക്കറ്റ് റോഡിലാണ് നിൽക്കുന്നത്. മാർക്കറ്റ് റോഡിൽ എന്ന് പറയുമ്പോൾ ഇവിടെ CSB ബാങ്ക് ഉണ്ട്. അതുപോലെ തന്നെ പഞ്ചാബ് നാഷണൽ ബാങ്ക് കാണാം. ജസ്റ്റ് ഒരു റൂട്ട് കറക്റ്റായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ പഞ്ചാബ് നാഷണൽ ബാങ്ക്, പഞ്ചാബ് ബാങ്കും ഉണ്ട്. അതുപോലെ തന്നെ CSB ബാങ്ക് ഉണ്ട്. ഇതൊക്കെ ഒരു ജംഗ്ഷനാണ്. ഈ ജംഗ്ഷന്, ഈ റോഡിനെ പറയുന്നത് മാർക്കറ്റ് റോഡ്. ഈ ഒരു മാർക്കറ്റ് റോഡിൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും രാജധാനി എന്ന് പറഞ്ഞിട്ട് വലിയൊരു ബിൽഡിംഗ് ആണ് കേട്ടോ. ഈ ഒരു ബിൽഡിങ്ങിന്റെ തൊട്ടടുത്തുള്ള വഴിയാണ്. ഈ വഴി എടുത്ത് പറയണതിന്റെ റീസൺ വേറെ ഒന്നുമല്ല, ഇത് നമുക്ക് മെയിൻ ഈ വഴിയിലേക്കല്ല, കുറച്ച് ഉള്ളിലേക്ക് കയറിയിട്ടാണ്. പക്ഷെ കളക്ഷൻസ്
മാതിരി കളക്ഷൻസ് ആണ് ഉള്ളത്. അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ എറണാകുളത്ത് മേനക ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വഴിക്കൂടെ വരിക. ആ വഴിക്ക് പ്രസ് ക്ലബ് റോഡ് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് റോഡിലേക്ക് കയറി, അല്ലെങ്കിൽ നിങ്ങൾ MG റോഡ് വഴിക്ക് വരികയാണെങ്കിൽ അപ്പുറത്തെ സൈഡിൽ കൂടെ ആണ് വരേണ്ടത്. എങ്ങനെ വന്നാലും നിങ്ങൾ രാജധാനി അല്ലെങ്കിൽ മുംബൈ പ്രിൻസ് എന്നൊക്കെ ചോദിച്ചാൽ മതി. അപ്പം നമ്മൾ വരുന്നത് മാർക്കറ്റ് റോഡിലേക്ക്. ഈ കാണുന്നത് രാജധാനിയുടെ ജസ്റ്റ് തൊട്ടടുത്തുള്ള ഈ ഒരു വഴി എന്ന് പറയുമ്പോൾ ഒരു ഹിഡൻ സ്പേസ് ആണ്. എല്ലാവർക്കും കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇത്രയും ക്ലിയർ ആയിട്ട് ഈ ഒരു റോഡ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പം ഈ ഒരു റോഡിൽ നമ്മളിങ്ങനെ നടന്ന് പോകുമ്പോൾ ഏറ്റവും അങ്ങോട്ട് എത്തണം. രാജധാനി എന്ന് പറയുമ്പോൾ ഇവിടുന്ന് അവിടെ വരേക്ക് ഫുൾ രാജധാനി തന്നെയാണ് കേട്ടോ. നടന്ന് നമ്മൾ അവിടെ നിന്ന് കണ്ടില്ല, ആ ലോഡ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ രാജധാനിയുടെ മെയിൻ, അതുപോലെ തന്നെ അവിടെ ഒരു മെൻസ് വെയറിന്റെ കളക്ഷൻസ് ഉണ്ട്. പിന്നെ അവിടെ നമുക്ക് കാണാം മുംബൈ പ്രിൻസ്. ഓടി ഇതേ അടുത്ത ലോഡ് വന്നു, ഇറക്കാൻ പോണു. എപ്പോഴും ഇങ്ങനെ ലോഡ് വന്നുകൊണ്ടിരിക്കുക കേട്ടോ. അടുത്ത ലോഡ് ഈ കാണുന്നതാണ് മുംബൈ പ്രിൻസ് ഹോൾസെയിൽ നൈറ്റി മെറ്റീരിയൽ ഫാബ്രിക്സ്. ഇവിടെ മെയിൻ ആയിട്ട് കിട്ടുന്നത് ഫാബ്രിക്സ് A to Z. നിങ്ങൾക്ക് എല്ലാ തരം ഫാബ്രിക്സ് കിട്ടും. അതും ബ്രാൻഡഡ് ഫാബ്രിക്സ് ആണ് കിട്ടുന്നത്. ബിറ്റുകളായിട്ടും കിട്ടും, റോളുകളായിട്ട് മുറിച്ചെടുക്കാൻ പറ്റില്ല. ആ റോളിൽ ഫുൾ അങ്ങനെ തന്നെ എടുക്കണം. അടുത്ത ലോഡ് ഇറങ്ങി. ചേട്ടന്മാരിന്ന് ഉഷാറാണ് മൊത്തത്തിൽ അല്ലേ. ഇത് എത്രാമത്തെ ലോഡാ ചേട്ടാ? ഒരു അഞ്ചാമത്തെ ലോഡ്. ഞാൻ ഇപ്പൊ ഉച്ച ആവാറാവണുള്ളൂ, അപ്പോഴേക്കും 5ാമത്തെ ലോഡായിട്ടോ. 1 മണിക്കൂർ കൂടുമ്പോ വരുന്നുണ്ടെന്ന് തോന്നുന്നു. 1 മണിക്കൂറില്ല, അതിന് മുമ്പ് 1 മണിക്കൂറൊന്നും വേണ്ട ലോഡ് ചെയ്ത് പോരാനായിട്ട്. ലോഡ് ചെയ്തിട്ട് അത്രയും പവറല്ലേ, പെട്ടെന്ന് കസ്റ്റമർ നിൽക്കണല്ലേ കൊടുക്കാൻ നമുക്ക്. കണ്ട കടക്കാരനേക്കാളും കൂടുതൽ ഇൻട്രസ്റ്റ് നമ്മുടെ യൂണിയൻ ചേട്ടന്മാർക്കാണ്. ഇറക്കിക്കോ ചേട്ടാ. വെയിറ്റ് ഉണ്ടോന്ന് നമുക്ക് ചോദിക്കാം. വീട്ടിൽ തരാണ് ചോദിക്കണത്. ചേട്ടാ വെയിറ്റ് ഉണ്ടാ? എന്ത് ചോദ്യാന്നല്ലേ. അപ്പൊ ഇതൊക്കെ നടക്കട്ടെ, കളക്ഷൻസ് ഇറക്കട്ടെ. എന്തായാലും നമുക്ക് ഉള്ളിയെ പോയിട്ട് കളക്ഷൻസ് കാണുന്നത്. ലോഡ് ഇഷ്ടം പോലെ ഇവിടെയും ഉണ്ട്. പാർസൽസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ ബ്രാൻഡഡ് പുതിയ കളക്ഷൻസ് നടക്കട്ടെ. सब लोग ये ओणम के लिए रेडी है ना? फुल पावर है ना? പോരെ, അടിപൊളി. അപ്പൊ ഇനി എന്തായാലും നമുക്ക് അകത്തേക്ക് കയറാം. വാ. അങ്ങനെ നമ്മൾ അകത്തേക്ക് കയറി. തിരക്കും ഉണ്ട് അത്യാവശ്യം. നമുക്ക് ആരെങ്കിലും ഒക്കെ കിട്ടണം. ഹായ്. അപ്പൊ ഭായി കിതർ ഗയാ? രാജസ്ഥാനിലാണ് ഫുള്ള്. അപ്പൊ എന്തായാലും നമുക്ക് ഇവിടുത്തെ കളക്ഷൻസ് ഒക്കെ കാണാം. ഇതൊക്കെ എടുത്ത് പോയി പർച്ചേസ് ചെയ്യാൻ വായിക്കാം. പർച്ചേസ് ചെയ്തിട്ടുള്ള ഐറ്റംസ്. പക്ഷെ കസ്റ്റമറെ നമുക്ക് കിട്ടണം. ഇവരൊക്കെ കസ്റ്റമറാന്ന് തോന്നുന്നുണ്ട് അല്ലേ? സുഖാണോ? എവിടുന്നാണ് വരുന്നേ? ഓക്കെ. എങ്ങനെയാണ് ഇവിടുത്തെ കളക്ഷൻസ് ഒക്കെ? അതുപോലെ നമ്മുടെ മുംബൈ പ്രിന്റിനെ കുറിച്ചിട്ട് എന്തെങ്കിലും പറയാണ്ടോ? നല്ല സൂപ്പർ കളക്ഷൻ ആണ്. ഈ പ്രിന്റും കാര്യങ്ങളൊക്കെ എങ്ങനെ കൂടെ വന്നതാണോ? ബില്ല് അടച്ചിട്ട് അത് കൊടുത്ത് അവിടെ ചെക്ക് ചെയ്ത് ഇനി വേണം കൊണ്ടുപോകാൻ. എങ്ങനെയാ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കണേ? ഞങ്ങള് ബസ്സിന് കൈ പിടിച്ച് പോകും? ഇത്ര മതിയോ? ഇല്ല, കുഴപ്പമില്ല. സെറ്റാണ്. എങ്ങനെയുണ്ട് നമ്മുടെ മുംബൈ പ്രിൻസ്? അതുപോലെ പ്രിൻസിൻ ഇവിടുത്തെ നൈറ്റി ബിറ്റിന്റെ കളക്ഷൻസും ക്വാളിറ്റിയും റേറ്റും ഒക്കെ വെച്ച് നോക്കുമ്പോൾ റേറ്റ് നല്ലതാണ്, ക്വാളിറ്റി നല്ലതാണ്, കളക്ഷനും ഉണ്ട്. അതെ. നിങ്ങൾ ആദ്യമായിട്ടാണോ? അല്ലല്ല, ഇടയ്ക്കിടയ്ക്ക്. ഓക്കെ. എങ്ങനെയാ ഇതൊക്കെ അറിഞ്ഞത്? അത് ചേച്ചി ഒരു പ്രാവശ്യം ഇതിന് മുമ്പ് ചെയ്തിട്ടില്ലേ ഇവിടെ? ആ വീഡിയോ കണ്ടിട്ടാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു. നടക്കട്ടെ. ഓക്കെ. ഇനി ഇവിടെയും ഒരു ചേച്ചി നിൽക്കണം. ഞാൻ വരുന്നുണ്ട്. അയ്യോ എന്നെ കാണുമ്പോഴേക്കും എന്താ ഇങ്ങനെ പേടിക്കണേ? എന്നെ കാണുമ്പോഴേക്കും ഞാൻ പിടിച്ചതിൽ കൂടെ ആൾക്കാർ അവരാണോ ഒളിച്ചിരിക്കാണ്? വാ ഒന്ന് കണ്ടോട്ടെ. എവിടുന്നാ വരുന്നത്? ഞങ്ങൾ പൊൻകുന്നം. അതെവിടെയാ സ്ഥലം വരുന്നത്? കാഞ്ഞിരപ്പള്ളി. അത്യാവശ്യം ഉണ്ട്. വാടാ. എന്താണ് നിങ്ങൾക്ക് ഇവിടുത്തെ അഭിപ്രായം എന്നൊന്നും എനിക്ക് അറിയണ്ടേ. ഇവിടെ കുറെ കളക്ഷൻസ് ഉണ്ടെന്നൊക്കെ പറയണ്ട. സൂപ്പർ മെറ്റീരിയൽ. സൂപ്പർ മെറ്റീരിയൽ. നല്ല കളക്ഷൻ എല്ലാം നല്ല സൂപ്പറാ. ഞങ്ങൾ എല്ലാ പ്രാവശ്യം വരും ഇവിടെ. അതെ. കുറെ നാളായി ഇവിടെ? നാളായി. എത്ര നാളായി ഇപ്പൊ ഏകദേശം? ഇപ്പൊ ഞങ്ങൾ 1 വർഷമായുള്ളൂ. 1 വർഷമായുള്ളൂ. ഇവിടെ എല്ലാ പ്രാവശ്യം വരുന്നുണ്ട്. അതെ, വരുന്നുണ്ട്. അപ്പൊ ഇപ്പൊ പുതിയ കളക്ഷൻസ് ട്രെൻഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കിട്ടിയതേ. മദ്രാസ് ചെക്ക് എടുത്തോണ്ടിരിക്കണം. എന്തായാലും നടക്കട്ടെ. നിങ്ങൾ എടുത്തോണ്ടിരിക്കും. ഞാൻ അപ്പോഴേക്ക് ഇവനെ ഒന്ന് പിടിക്കട്ടെ. പുതിയ ട്രെൻഡുള്ള മദ്രാസ് ചെക്ക് നല്ല ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഡിമാൻഡ് കൂടുതലാണ്, കിട്ടാനും ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇവിടെ ആണെങ്കിൽ
എപ്പോഴും കിട്ടും എപ്പോഴും കിട്ടും. എപ്പോഴും കിട്ടും. കാരണം എന്താ, അതാണ് ഡെയിലി ഇങ്ങനെ 100-150 ഡിസൈൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ലോഡ് കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഒരു 5 പ്രാവശ്യം വന്നു പോയി. ഇതിന്റെ ഇടയിൽ ഇപ്പൊ ഈ എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് അവിടെയും വേറെ കുറെ ലോഡ് ഇങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ ലൈറ്റ് പിടിച്ച എത്ര മീറ്റർ ഉണ്ടാവും? 3 മീറ്റർ. 3 മീറ്റർ അല്ലേ, കറക്റ്റ്. പിന്നെ ഷോൾ ഉള്ളത് വേറെ വരുന്നുണ്ട്. ഷോളൊക്കെ മോളാണ് മോളില്. അല്ല, ഇത് ഷോളും നൈറ്റും കൂടിയിട്ടായിട്ട് മിക്സ് ആയിട്ട് വരുന്നുണ്ട്. ഇതൊരു ഡിസൈൻ. പിന്നെ ഡിസൈൻ കണ്ടിട്ട് കൊതിക്കൊന്നും വേണ്ട. ഈ ഡിസൈൻ കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ കൈയോടെ കിട്ടുമെന്നില്ല. ഇങ്ങോട്ട് വന്ന് നിൽക്കണവർക്കാണെങ്കിൽ കിട്ടും. 10 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടൂല. പിന്നെ കിട്ടില്ല. അതാണ് കാരണം എന്ന് വെച്ചാൽ പുതിയ ഡിസൈൻസ് വരുന്ന, പുതിയ സാധനങ്ങൾ പോയിക്കൊണ്ടിരിക്കണോ, ഡിസൈൻസ് വരുന്നോ പോയിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ഇവിടുത്തെ അവസ്ഥ എന്ന് പറയണത്. പിന്നെ ഒരുപാടുണ്ട്. ഇപ്പൊ ഇതിൽ എങ്ങനെയാ എടുക്കേണ്ടത്? എത്ര പീസ് എടുക്കണം? മിനിമം 100 പീസ്. 50 60 താഴെ ഇല്ലേ? 60ക്ക് താഴെ ഇല്ല. 60 പീസ് എങ്കിലും മിനിമം എടുക്കണം. കളർ സെറ്റ് എടുക്കണം. 5 കളർ ഉണ്ടെങ്കിൽ ഈ ബണ്ടലില് 5 കളർ ഉണ്ടെങ്കിൽ 5 കളർ എടുക്കണം. സെറ്റ് ആയിട്ട് എടുക്കണം. ഈ ബണ്ടലിൽ ഇപ്പൊ 5 കളർ ഉണ്ടെങ്കിൽ 5 കളറിൽ ഓരോരോ പീസ് ആയിട്ട് 5 കളറായിട്ട് 5 സെറ്റ് ആയിട്ട് അങ്ങനെ തന്നെ എടുക്കണം. ആ കാര്യത്തിൽ ഒരു എന്താ പറയാ ദാക്ഷിണ്യം ഇല്ല, നിർബന്ധമാണ്. പിന്നെ 60 പീസ് എങ്കിലും എടുക്കണം എന്ന് പറയുന്നത്. കാരണം ഇത് ഹോൾസെയിൽ മിനിമം 150 പീസ് ബുക്കിംഗ്. 100 പീസ് മേലെ ബുക്കിംഗ് ആണോ? ബുക്കിംഗ് ഓൺലൈനിലാണെങ്കിൽ, നേരിട്ട് വരാണെങ്കിൽ 60 പീസ് എങ്കിലും എടുക്കണം. അതാണ്. അപ്പൊ ഇതൊരു ഡിസൈൻ കണ്ടില്ലേ. പിന്നെ അടുത്ത ഡിസൈൻ, അടുത്തത് നല്ലൊരു പ്രിന്റ് കൂടെ കാണിച്ചു. ഇതൊരു പ്രിന്റ് ചെക്ക് ഓൺലൈനിലെ ട്രെൻഡുള്ള സാധനമാണോ? ഇതും മദ്രാസ് ചെക്ക് തന്നെയാ. മറ്റു കളറിലും വരുന്നുണ്ട്, ഇങ്ങനെയും വരുന്നുണ്ട്. ഓക്കെ, ഇതാണ് നൈറ്റിക്ക് വേണ്ടിയിട്ടാണ്. നൈറ്റിക്ക് തയ്ക്കാം, ടോപ്പിന് തയ്ക്കാം, പിന്നെ ഫ്രോക്ക് നൈറ്റി തയ്ക്കാം. അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് തയ്ക്കാം. പക്ഷെ ഈ ഒരു മുംബൈ പ്രിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ മെറ്റീരിയൽസ് മാത്രമേ കിട്ടുള്ളൂ അല്ലേ. ഓക്കെ, പിങ്ക് ബ്ലോസം, അതില് ബ്ലാക്ക് ബ്ലോസം, പിങ്ക് ബ്ലോസം, അങ്ങനെ ഏതൊക്കെ കളർ വേണോ? ബണ്ടലിലേക്കോ? ബണ്ടൽ ഇഷ്ടം. ഇതല്ലേ ഈ ഐറ്റം പിങ്ക് ബ്ലോസം. ഇത് ബ്ലാക്ക് ബ്ലോസം. ഇതില് കളേഴ്സ് ഇഷ്ടംപോലെ ഉണ്ട്. ഫ്ലവേഴ്സിന്റെ കളേഴ്സ് മാറും, അല്ലെങ്കിൽ ഈ ബേസ് മാറും. 5 കളേഴ്സ് ഉണ്ട്. 5 കളേഴ്സ് ഉണ്ട്. 5 കളർ അങ്ങനെ തന്നെ എടുക്കണം അല്ലേ? 5 കളർ ഇങ്ങനെ സെറ്റ് ആയിട്ട് എടുക്കണം. ഒരു മഞ്ഞയുണ്ട്, റെഡ് ഉണ്ട്. ഈ കളേഴ്സ് കാണിക്കണത് അത് അങ്ങനെ തന്നെ എടുക്കണം. അതിന് ഒരു എന്താ പറയാ ഭയങ്കര നിർബന്ധമുള്ള കാര്യമാണ്. 60 പീസ് ഇവിടെ വന്നാൽ കിട്ടും. നേരിട്ട് വരാണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ ഓൺലൈനിലൊക്കെ ആണെങ്കിൽ 100 പീസിന് മേലെ എടുക്കേണ്ടി വരും. അതാണ്. പക്ഷെ എത്ര തിരക്കാണെന്നറിയാം. എത്ര ഡിമാൻഡ് പറഞ്ഞാലും ഇവർക്ക് എപ്പോഴും തിരക്കാണ്. എപ്പോഴും കച്ചവടം നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അതിപ്പോ ഓണം തന്നെ വരണമെന്നില്ല, ഏതൊരു ഒക്കേഷനിലായാലും ഇവർക്ക് എന്താ പറയുക ആൾക്കാരുണ്ടല്ലേ, എപ്പോഴും ഉണ്ട്. പിന്നെ അതെ മെറ്റീരിയൽ ആയിട്ടും കിട്ടുന്നുണ്ട് കേട്ടോ. ഇത് പിറ്റാണ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ മെറ്റീരിയൽ ആയിട്ടും കിട്ടും. പിന്നെ ഇവിടെ 100 പീസ് ബണ്ടൽ ഹോൾസെയിൽ വേണമെങ്കിൽ അപ്പുറത്തെ ബാക്ക് സൈഡ് ഹോൾസെയിൽ വേണമെങ്കിൽ ഇതും ഹോൾസെയിൽ തന്നെയാണ്. ഇത് ബിറ്റ് ആയിട്ടാണ്. ഇനിയിപ്പോ റോൾ ആയിട്ട് വേണമെന്ന് വെച്ചാൽ റോൾ ആയിട്ടും കിട്ടും. പിങ്ക് ബ്ലോസം കൊണ്ടുവരുന്നു പറയുമ്പോഴേക്കും ബണ്ടല് കാണിക്കും. ബണ്ടലൊക്കെ ഞങ്ങൾ അവിടെ കാണിച്ചു. നീ എവിടെയായിരുന്നു? വേറെ കസ്റ്റമർക്ക് എടുത്തുകൊണ്ട് കൊണ്ടതാണ്. അതിന്റെ ഇടയില് ഇവിടുത്തെ കസ്റ്റമർ അല്ലേ, ആ ചേച്ചിയുടെ ഹസ്ബൻഡ് അല്ലേ, ഇങ്ങോട്ട് വാ. അപ്പൊ എന്റെ പെണ്ണുമ്പിള്ള പറഞ്ഞിട്ടുണ്ടെന്ന്, ബാക്കി ഇനി പറയാനൊന്നും ഇല്ലാന്ന്. ഓക്കെ, അടുത്തത് എന്റെ പൊന്നോ ചാക്ക് ലോഡ് വന്നെന്ന് പറഞ്ഞില്ല. ആ ലോഡ് ഇവിടെയാണ് ഇറക്കണം. കത്തി മുറിക്കട്ടെ, വരൂ കൊണ്ടുവരൂ കത്തി. എവിടെ മുറിക്കണ്ടേ? മുറിച്ചോ, ഞാൻ വെറുതെ പറഞ്ഞതാ. നമ്മൾ മുറിച്ചു കഴിഞ്ഞാലേ തുണി അടക്കം മുറിയും. ഇവരൊക്കെ പിന്നെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണല്ലോ. ഇതിപ്പോ പുതിയ വന്ന ലോഡ് അല്ലേ? പുതിയ വന്ന 200 ബേൽ വരും. 200 ബേല്. അതുപോലെ തന്നെ അതേപോലെ തന്നെയാണ് കച്ചവടം പോകുന്നതും അതുപോലെ തന്നെയാണ്. എത്ര പ്രിന്റ്സ് വേണം? ഈ പ്രിന്റ് ഒക്കെ ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ കണ്ടത് മാത്രമേ ഉള്ളൂ കേട്ടോ. 100, 150, 200 ഡിസൈൻസ് ഡെയിലി വന്നോണ്ടിരിക്കുകയാണ്. ഡെയിലി ബണ്ടല് കാണിക്കണേ. അതുപോലെ ഏതൊക്കെ ബ്രാൻഡ് ഇപ്പൊ ഇത്? ബ്രാൻഡ് പറയുമ്പോ ഗൗരവ്, രാഹുൽ, പൃഥ്വി, വർദ്ധമാൻ, ബിസ്ലിസി, പിന്നെ ഏക്ത ഗോൾഡ്, അങ്ങനെ എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയൽസ് ആണ് ഇവിടെ മെയിൻ ആയിട്ട് കിട്ടുന്നത് കേട്ടോ. പ്രിന്റ് ഇതേതാ ഗൗരവ്? ഇത് നീലം. ഓക്കെ, അതുപോലെ എല്ലാം ബ്രാൻഡിന്റെ ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ബ്രാൻഡ്സ് നോക്കാം നമുക്ക്. എത്ര പ്രിന്റ്സ് ആ നോക്ക്. പ്രിന്റ് ക്യാമറയിൽ കാണിച്ചോളാം. ബ്രാൻഡിന്റെ പേരാണ് കേട്ടോ, രാഹുൽ ടെക്സോ പ്രിന്റ്. അൻമോൾ ഇതൊരു പ്രിന്റ്. ഈ പ്രിന്റിൽ ഇപ്പൊ 5 കളർ ഉണ്ടാവും. ഈ 5 കളർ ബണ്ടല് ഏകദേശം ഈ കളറിൽ തന്നെ ഒരു
5 പീസ് ഇതുപോലത്തെ ഉണ്ടാവും. പക്ഷെ 5 പീസ് ഒരുമിച്ച് എടുക്കണ്ട. 5 പീസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് 1 2 3 4 പിന്നെ ഈ ഓപ്പൺ ചെയ്ത് 5 ഇതല്ല, അങ്ങനെയല്ല എടുക്കേണ്ടത്. ഇതിന്നൊരു കളർ, ഇതിന്നൊരു കളർ, ഇതിന്നൊരു കളർ, ഇതിന്നൊരു കളർ, ഇതിന്നൊരു കളർ, അങ്ങനെ 5 എണ്ണത്തിന്റെ കളറ്. ബാട്ടിക് എവർഗ്രീൻ എപ്പോഴും ട്രെൻഡാണ്, എപ്പോഴും ട്രെൻഡ് ആയിട്ടുള്ള സംഭവമാണ് ബാട്ടിക്കിന്റെ വെറൈറ്റി. വേഗം എടുക്കണം ബാട്ടിക്. അതും ഉണ്ട് കോട്ടൺ, പ്യുർ കോട്ടൺ അല്ലോ, പ്യുർ കോട്ടൺ, കളർ ഗ്യാരണ്ടി, പ്യുർ കോട്ടൺ. ലെങ്ത്തും ഉണ്ട്, ഫുൾ ലെങ്ത്. അപ്പൊ ഇതിന് തന്നെ ഷോൾ ഉള്ളതും വരുന്നുണ്ട് കേട്ടോ. അത് ഞാൻ നേരത്തെ പറഞ്ഞു, അതിന്റെ ഒരുപാട് പ്രിന്റ്സ് ഉണ്ട്. ഈ ലോഡ് സാധനങ്ങൾ വന്ന് കിടക്കുന്നു. ഇതൊക്കെ ആ ഒരു ബ്രാൻഡ് തന്നെയാ? ഇത് 4 ബ്രാൻഡ്, ഗൗരവ്, രാഹുൽ, വർദ്ധമാൻ, എക്ത, അങ്ങനത്തെ ബ്രാൻഡ്. ഇനി മുകളിൽ എന്തായിട്ട്? മുകളിൽ റണി, പിന്നെ അപ്പുറത്തെ ഗോഡൗൺ. അപ്പുറത്തെ ഗോഡൗണിൽ പോവാ. ഇവിടെയാണ് അടുത്ത ഇത് സ്റ്റോക്ക് വെക്കുന്ന സ്ഥലം അല്ലേ, ഗോഡൗൺ. ഇവിടെ ഇതാ ഇത് 3.25 മീറ്റർ വീണു. 3.25 മീറ്റർ ഫുൾ കൈയൊക്കെ തയ്ക്കാൻ പറ്റിയത് അല്ലേ? 3.25 മീറ്റർ. ഇത് ഏതാ ബ്രാൻഡ് വരുന്നത്? രാഹുൽ, പൃഥ്വി, ഗൗരവ്, വർദ്ധമാൻ. ഈ ബ്രാൻഡഡ് ഐറ്റംസിന്റെ മെറ്റീരിയൽസ് മാത്രമാണ് ഇവിടെ. ഇത് നമുക്ക് ടോപ്പ്, നൈറ്റി അങ്ങനെ എന്ത് വേണേലും തയ്ക്കാം. ലോഡ് വീണു ലോഡ് 3.25 മീറ്റർ. ഇത് 3 മീറ്റർ ഇല്ല, 3.25. അത് ലോങ് സ്ലീവ് ഒക്കെ തയ്ക്കണമെങ്കിൽ അതിന് വേണ്ടിട്ടാണ് കേട്ടോ മെയിൻ ആയിട്ട് പോകുന്നത്. എത്ര പ്രിന്റ്സ്, എത്ര ഡിസൈൻ. ഇപ്പൊ ഞങ്ങൾ എങ്ങനെ അങ്ങോട്ട് കിടക്കാം, എങ്ങനെയൊന്നും അറിഞ്ഞൂലോ. ഇതിന് പോളിക്കോട് വേണം പോവാനായിട്ട്. ലോഡുണ്ട്. എന്തായാലും ഇങ്ങനെ പോവാം, നമുക്ക് അടുത്ത കളക്ഷൻ കയറാം. എൻ്റെ അമ്മോ, ലോഡ് അടുത്ത ബണ്ടിലോ പൊട്ടിക്കണോ. ഇതും കുറേ വന്നിട്ടുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ. നല്ല തിരക്കുണ്ട്, മുകളിലും തിരക്കുണ്ട്, അടിയിലും നല്ല തിരക്ക് വരുന്നുണ്ട്. ഇത് വേറൊരു പ്രിന്റ് അല്ലേ? ഇത് നല്ല ഭംഗിയുണ്ടല്ലോ പ്രിന്റ് കാണാനായിട്ട്. ഇതൊക്കെ നമുക്ക് നൈറ്റിക്ക് തയ്ക്കാനുള്ളതും പറ്റില്ല. മറ്റേ നൈറ്റി മീൻസ് ഫ്രോക്ക് നൈറ്റി, നൈറ്റിക്ക് അങ്ങനെ എന്തിനു വേണമെങ്കിലും തയ്ക്കാം. ഇതിപ്പോ ബിറ്റല്ലാണ്ട് റോൾ ആയിട്ടില്ലേ? റോളും ഉണ്ട്, ബിറ്റും ഉണ്ട് കേട്ടോ. പിന്നെ റേറ്റ്, സ്റ്റാർട്ടിംഗ് റേറ്റ് ഒന്നും നമ്മൾ പറയണില്ല, കാരണം ഇത് ഹോൾസെയിലാണ്. നേരിട്ട് വരാം, റീസണബിൾ റേറ്റ് ഉള്ളൂ. നേരിട്ട് ഫാക്ടറി റേറ്റ് അതാണ് പറഞ്ഞത്. ഇത് എന്ന് വെച്ചാലേ ഇവര് ഡയറക്റ്റ് ഫാക്ടറിന്ന് കൊണ്ടുവരുന്ന, കാരണം മീഡിയേറ്റർ ഒന്നുമില്ല. ഫാക്ടറി ഇത് ഷോറൂം അല്ല, ഷോപ്പല്ല, ഫാക്ടറി ആണെന്ന് പറയണേ. അപ്പൊ ഫാക്ടറി പ്രൈസിനാണ് ഇവിടെ കിട്ടുന്നത്. അല്ല മീഡിയേറ്റർ ഒന്നുമില്ല, നമുക്ക് ഡയറക്റ്റ് ഫാക്ടറിന്ന് ഇറക്കിയിട്ടുള്ള ആ ഒരു പ്രൈസിന് മാത്രമാണ് നമുക്ക് ഇവിടെ അവൈലബിൾ. ഇനി മുകളിലേക്ക് ചാടിക്കോ ക്യാമറമാൻ, ചാടിക്കോ. വരൂ. അടുത്തത് ലൈറ്റ് ഷെയ്ഡില്, ബേസ് വരുന്നത്. ഇത് നമുക്ക് ടോപ്പിനൊക്കെ തയ്ക്കാൻ പറ്റൂട്ടോ. ഇപ്പൊ ഈ ഓണത്തിന്റെ സമയം ആയതുകൊണ്ട് തന്നെ നമുക്ക് ടോപ്പിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള കളക്ഷൻസ് ആണ്. നൈറ്റിക്ക് വേണമെങ്കിൽ നൈറ്റിക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇതും ഇല്ലേ 2.5 മീറ്റർ 3 മീറ്റർ. അപ്പൊ സുഖമായിട്ട് നമുക്ക് ടോപ്പാണ്. റോൾ വേണമെങ്കിൽ റോള് കിട്ടും. 50 മീറ്റർ 100 മീറ്റർ റോൾ ആണെങ്കിൽ റോള് കിട്ടും. അതെ, ടോപ്പിനൊക്കെ ഈസി ആയിട്ട് പോകും. കസ്റ്റമർ പറഞ്ഞ ഡിസൈൻ ഉണ്ടാക്കി തരും. കസ്റ്റമൈസും ഉണ്ട്, പറഞ്ഞ ഡിസൈൻ ഉണ്ടാക്കി തരും. ഇവർക്ക് ഓൺ ഫാക്ടറി ഉള്ളതുകൊണ്ടാ. ഫാക്ടറി ഇവിടെ ഒന്നല്ല, ഫാക്ടറി വരുന്നത് നമുക്ക് ബലോത്ര അല്ലേ, ബലോത്രയിലാണ് ഇവരുടെ ഫാക്ടറി വരുന്നത്. അവിടെ നിന്നാണ് ഐറ്റംസ്. നൈറ്റി എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് ബലോത്ര ആണ് കേട്ടോ. അവിടെ നിന്നാണ് ഇവരുടെ ഐറ്റംസ് കൊണ്ടുവരുന്നത്. ഫാക്ടറി പ്രൈസിന് നിങ്ങൾക്ക് തരാൻ പറ്റുന്നതും അതുകൊണ്ടാണ്. പിന്നെ ചെക്കിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇതൊക്കെ കുട്ടികളുടെ ഉടുപ്പൊക്കെ തയ്ക്കാൻ പറ്റും കേട്ടോ. കുട്ടികളുടെ ഉടുപ്പുകൾ, ചെറിയ കുട്ടികളുടെ നിങ്ങൾ ടീനേജ് പിള്ളേർക്കുള്ള ഫ്രോക്കുകളൊക്കെ തയ്ക്കാൻ പറ്റിയിട്ടുള്ള കളക്ഷൻസ്. പിന്നെ ഡോട്ട്സ് ചെക്കില്, കുഞ്ഞു ചെക്കില്. ഇത് മദ്രാസ് കോട്ടണിൽ പെടോ? അല്ല, മദ്രാസ് കോട്ടൺ ഡിഫറെന്റ് കളേഴ്സാ വരുന്നത്. പിന്നെ ഈ ബോർഡർ വരുന്നത് നമുക്ക് കുർത്തിയുടെ ടോപ്പ്, കഫ്താൻ സ്റ്റൈല്, ഇതൊക്കെ തയ്ക്കാൻ പറ്റിയിട്ടുള്ള മെറ്റീരിയൽ ആണ് വരുന്നത്. വൈറ്റ് ബേസിൽ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഈ കാണുന്നതൊക്കെ വൈറ്റ് ബേസിൽ വരുന്നതാണ്. അതുപോലെ തന്നെ പോൾക്ക ഡോട്ടിന്റെ കളക്ഷൻസ് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഗൗരവ് അല്ലേ, ഗൗരവ് ബിസിനസ് ഉണ്ട്, വർത്തമാനം ഉണ്ട്. ഏതൊക്കെ മെറ്റീരിയൽ വേണം ഒക്കെ ബ്രാൻഡഡ് ആണ് കേട്ടോ. അതെ, എക്തൊക്കെ നല്ല മെറ്റീരിയൽ ആണ്. ഇതൊക്കെ ഇട്ടുകൊണ്ടിരിക്കണ്. എൻ്റെ പൊന്നു, ഇതേ ആന പ്രിന്റ്. ഇത് ടോപ്പിന് സൂപ്പർ ആയിരിക്കും. കോഡ് സെറ്റ് പ്രത്യേകിച്ച് ആൾക്കാർക്ക് എന്താ ചെയ്യാന്നറിയോ, ഇതിപ്പോൾ ഒരേ പോലത്തെ 2 എടുത്തിട്ട് അത് ടോപ്പും ബോട്ടായിട്ട് തയ്ക്കും. ഇപ്പോൾ ഇത് ടോപ്പ്, മറ്റത് ബോട്ടം, അങ്ങനെ കോഡ് സെറ്റ് അയച്ച് തയ്ക്കൂട്ടോ. അതിന് റോള് വേണമെങ്കിൽ റോളും ഉണ്ട്. ആനേരെ പ്രിന്റ് ഇങ്ങനെ പിടിച്ച്, ഇങ്ങനെ തല തിരിഞ്ഞിട്ടാണോ പിടിക്കുന്നത്, ഇങ്ങനെ എങ്ങനെ പിടിച്ചാലും കണക്ക് ഇങ്ങനെ അല്ലേ.
ഇതാ എങ്ങനെ പിടിച്ചാലും കുഴപ്പമില്ല, തയ്ക്കാൻ അറിഞ്ഞാൽ മതി അല്ലേ. ആ അതാണ് ആനയുടെ ഡിസൈൻ. ഇതൊക്കെ അപ്പൊ ഇനി റോളിന്റെ അവിടേക്ക് പോവാം നമുക്ക്. മുകളിലേക്ക് പോണ്ടി വരും. ഇവിടെ ഫുൾ ബിറ്റ് ആണ് വരുന്നത് കേട്ടോ. ബിറ്റ്സിന്റെ ഏരിയ ആണ് ഈ താഴത്തെ ഏരിയ മൊത്തം വരുന്നത്. ബിറ്റ് വേണ്ടവർക്ക് താഴത്ത് പുതിയ സെലക്ഷൻ ഉണ്ട്. പുതിയ അത് ഞാൻ കണ്ടല്ലോ, ലോഡ് കണക്കിന് എന്തോരം ഐറ്റംസാണ് വരുന്നത്. ഫാക്ടറി പ്രൈസിന് അതും തന്നെ കേട്ടോ, റീസണബിൾ റേറ്റിന്. പിന്നെ എന്താ ക്വാളിറ്റിയുടെ കാര്യം കസ്റ്റമർ പറഞ്ഞൂല്ലോ. അപ്പം നമുക്കിനി മുകളിൽ പോവാം. എൻ്റെ പൊന്നു മുകളിലേക്ക് എത്തിയിട്ടില്ല. അപ്പോഴേക്കും എന്തായാലും നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എത്രയോ കളക്ഷൻസ് ഇനിയും പുതിയത്. ഈ പ്രിന്റ്സൊക്കെ കാണിച്ചിട്ടും ഒരു കാര്യമില്ല സത്യം പറഞ്ഞാൽ. എപ്പോഴും പുതിയത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടേ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്. പിന്നെ ക്വാളിറ്റി അടിപൊളിയാട്ടോ. ഡിസ്ചാർജ് പ്രിന്റ്, ഇതൊക്കെ ഡിസ്ചാർജ് പ്രിന്റിന്റെ ഏരിയ ഇവിടെ ഇരിക്കണത്. പിന്നെ ഇപ്പുറത്തേക്ക് വരികയാണെങ്കിൽ ബാട്ടിക്കിന്റെ കളക്ഷൻ നമ്മൾ അവിടെ ചെറുതായിട്ട് ഒന്ന് തുറന്ന് കാണിച്ചിരുന്നു. അതിന്റെ ഫുൾ കളക്ഷൻസ്, ഫുൾ ബാട്ടിക്കിന്റെ മാത്രം, അങ്ങനെ സിംഗിൾ ബാട്ടിക്, ഡബിൾ ബാട്ടിക്, അങ്ങനെ എല്ലാ കളക്ഷൻസ് വരുന്നുണ്ട്. ഇത് ഡിസ്ചാർജ് പ്രിന്റ് അല്ലേ? ഡിസ്ചാർജ് പ്രിന്റ് ചുങ്കിടി. ഇത് ടൈ ആൻഡ് ഡൈ ചുങ്കടി. ആ ചുങ്കിടി. ഓരോരോ ഇതെന്ന് പറയുമ്പോൾ എപ്പോഴും ഉണ്ടാവും കേട്ടോ. ഇത് എന്ന് പറയുമ്പോൾ കളക്ഷൻസ് 365 ഡേയ്സ് ഓടുന്ന ഒരു പ്രിന്റ് കൂടിയാണ്. അപ്പം മറ്റുള്ളതിന് പോലെയല്ല. മറ്റെന്ന് പറയുമ്പോൾ ഫ്ലവേഴ്സ് അത് ഇതൊക്കെ എന്ന് പറയുമ്പോൾ വ്യത്യാസമുണ്ട്. ഈ ചുങ്കടി, ടൈ ആൻഡ് ഡൈ, ബാട്ടിക്ക് എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും എവർഗ്രീൻ ആണ്. എപ്പോഴും 365 ഡേയ്സ് ഉണ്ടാവുന്ന ഒരു സംഭവമാണ്. അതും പ്യുവർ കോട്ടണിൽ വരുന്നതല്ലേ. ഇത് റയോൺ ക്ലോത്തിൽ ആൽപൈൻ മെറ്റീരിയൽ അല്ല, ആൽപൈൻ ബ്രാൻഡ് തുണിയാണ്. റയോൺ തുണിയാണോ? ഹൈ ക്വാളിറ്റി റയോണിൽ വരുന്നതാണ്. അപ്പൊ ഇത് നമുക്ക് ടോപ്പും തയ്ക്കാം, നൈറ്റി വേണമെങ്കിൽ നൈറ്റി ഇടാം. അതൊക്കെ നിങ്ങളുടെ ഷർട്ട് നൈറ്റി തുണിയിലാണോ? ഈ ഷർട്ടാ ഈ തുണിയാണോ? അൽഫൈനിലാണോ? അത് വെച്ചിട്ട് ഷർട്ട് ഉണ്ടാക്കിയില്ലേ? ഷർട്ട് ഉണ്ടാക്കി. ഇതും അങ്ങനെ തന്നെയാ. ഇത് നൈറ്റ് എല്ലാം നൈറ്റി തുണി എടുത്തിട്ട് ഇവര് ഷർട്ട് തയ്ക്കാൻ തരാം. എന്റെ പൊന്നെ. അപ്പൊ ഇനി മുകളിലത്തെ ഫ്ലോറിലേക്ക് പോവാം. മുകളിലത്തെ ഫ്ലോറിൽ പോകുമ്പോഴും എന്താ ഇവിടെ നിറവ് കളക്ഷൻസ്. ലൂഡ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് അല്ലേ? ആ ഇപ്പുറത്തെ സൈഡും ഉണ്ട് കേട്ടോ. ഇവിടെയും ഇവിടെ വെക്കും, എന്നിട്ട് അത് പാർസലിൽ പോകും അല്ലെ. പിന്നെ ഈ ബണ്ടലൊക്കെ എന്താ? ഇത് പുതിയതാ? ബുക്കിംഗ് ആയിട്ടുള്ള ബുക്കിംഗ് ആയിട്ടുള്ള. ഇനിയാണ് നമ്മുടെ മെയിൻ ഏരിയ എന്ന് പറയുന്നത്. ഹോൾസെയിൽക്കാർ കൂടുതൽ ഇങ്ങനെ റോളായിട്ടും എടുക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. ജസ്റ്റ് ഒരു ലുക്ക് ഫുള്ളായിട്ട് കണ്ടോ, ഫുൾ റോളായിട്ട് എടുക്കുന്ന ഈ ഒരു ഏരിയ. ഏരിയ ഒന്ന് കണ്ടോ നിങ്ങൾ? എന്നല്ല പ്ലെയിൻ ആയിട്ടുള്ളതുണ്ട്, അങ്ങനെ പല പ്രിന്റ് ആയിട്ടുള്ളതുണ്ട്, ഇഷ്ടം പോലെ വെറൈറ്റീസ് അല്ലേ. ഫുൾ റോൾ റണ്ണിങ് മെറ്റീരിയൽ മാത്രം. അതെ. ആ ഓക്കെ. എത്ര ഇഞ്ച്, അതുപോലെ എത്ര വിഡ്ത്ത് ഒക്കെ വരുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ? 44 വിഡ്ത്തില് പിങ്ക് ബ്ലോസം റണ്ണിങ് മെറ്റീരിയൽസ് പ്യുവർ കോട്ടൺ. പിന്നെ ഓണത്തിന് ഇതാ സ്കേർട്ട് തയ്ക്കാൻ പറ്റിയിട്ടുള്ളത് ഇതിന്റെ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. അതെ, ഓണത്തിന് തയ്ക്കാൻ പറ്റിയത്. ഇപ്പുറത്തേക്ക് വരുമ്പോഴേ ഇതൊക്കെ ഓണത്തിന്റെ ഡിഫറെന്റ് വൈറ്റും ഉണ്ട്, ബേജ് കളറിലും വരുന്നുണ്ട് കേട്ടോ. ഓണം സ്പെഷ്യൽ. പിന്നെ ഓണത്തിന്റെ സ്പെഷ്യൽ ഒരു പ്രിന്റ് ഉണ്ടല്ലോ. ഈ ഒരു പ്രിന്റ് എന്താ? ബ്ലാക്ക് ഒക്കെ കാണുന്നത് അത് പിങ്ക് ബ്ലോസം. വേറെ പ്രിന്റുകളാണ് കേട്ടോ അതൊക്കെ. ബേജില് പ്രിന്റുകൾ. പിന്നെ നമ്മുടെ ഇത് മദ്രാസി ചെക്ക്. ഇത് 58 ഇഞ്ചിന്റെ. മറ്റേത് 44ന്റെ. മറ്റേ പിങ്ക് ബ്ലോസം 44ല്. ഓക്കെ. രണ്ടും ഉണ്ട്, 44 ഉണ്ട്, 58 ഉണ്ട്. രണ്ടും ഉണ്ട്. അപ്പൊ ഇത് ഫുള്ള് അങ്ങനെ തന്നെ എടുക്കണം അല്ലേ? മുറിച്ച് തരൂല. മിനിമം 30 മീറ്റർ താഴെ കട്ടിങ് ഇല്ല. ഓക്കെ. കട്ടിങ് ഉണ്ടെങ്കിൽ 30 താഴെ കട്ടിങ് ഇല്ല. ഓക്കെ. ഇതൊക്കെയാണ് കളക്ഷൻ. പിന്നെ നമ്മുടെ ഓണത്തിന്റെ പല പ്രിന്റ്സുകൾ വരുന്നത് ടിഷ്യൂല്. ഇതാ ഡിസൈൻസ് നോക്കിയാൽ മതി. കാരണം എന്താ വെച്ചാൽ ഡിസൈൻസ് മെയിനായിട്ട് ഇതിൽ ബോർഡറിലാണ് വരുന്നത്. ബാക്കി സ്കേർട്ടായിട്ട് തയ്ക്കാം, സാരി ആയിട്ട് അല്ലേ, അതിനൊക്കെ അടിപൊളിയായിട്ട് പോകുന്ന ഒരു യൂണിറ്റുകാരൊക്കെ ആണെങ്കിൽ അവർക്കും ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ സാരിക്കൊക്കെ വേണമെങ്കിൽ പോകും. 2 സൈഡും വരുന്നുണ്ട്. 1 സൈഡ് വരുന്നതുണ്ട്, 2 സൈഡ് വരുന്നതുണ്ട്. എങ്ങനെ വേണമെങ്കിലും അവൈലബിൾ ആണ്. നേരത്തോടെ വരാം. നല്ല നല്ല ഡിസൈൻസ് വരണമെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ട് വരാൻ നോക്കരുത്. വരുമ്പോൾ കട തുറക്കണ സമയത്ത് തന്നെ വരാം. കാരണം നല്ല പ്രിന്റ് നമുക്ക് വേണ്ടേ. ഡെയിലി പുതിയ ഡിസൈൻ കിട്ടും. അതെ. അല്ല, രാവിലെ വന്നു കഴിഞ്ഞാൽ രാവിലെ നേരത്തോടെ വന്ന നല്ല കളക്ഷൻസ് നമുക്ക് നോക്കി എടുക്കാലോ. അതാണ് പറഞ്ഞത്. അപ്പൊ ഉച്ച കഴിഞ്ഞ് വരുമ്പോഴേക്കും പിന്നെ ലോഡ് വരും സംഭവം. എന്നാലും നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻസ് ചിലപ്പോൾ കിട്ടിയില്ലെങ്കിലോ. അതുകൊണ്ടാണ് ഷോപ്പ് 10 o'clock തൊട്ട്. ഇത് നൈറ്റിലെ കാണിച്ച മറ്റേ റണ്ണിങ്ങിലെ ഉണ്ട്. നമ്മള് ബിറ്റ് ആയിട്ട് കാണിച്ചില്ല. റണ്ണിങ്ങിലെ ഉണ്ട്.
36 ഇഞ്ചിന്റെ ആണ് കേട്ടോ ഇത് വരുന്നത്. കോഡ് സെറ്റിന് സൂപ്പറാണ് കേട്ടോ, ഒരു രക്ഷയില്ല. കുട്ടികളുടെ ഫ്രോക്കിനും അടിപൊളിയാണ്. പിന്നെ അതുപോലെ ഇങ്ങോട്ട് വരുമോ? അപ്പോൾ ഈ പ്രിന്റുകളൊക്കെ ഇങ്ങനെ കണ്ടുപോകാം നമുക്ക്, കാരണം ഒരുപാട് പ്രിന്റ്സുകൾ ഇരിക്കുന്നുണ്ട്. ഫുൾ അതും തന്നെ കോട്ടണിൽ വരുന്ന ഒരു കളക്ഷൻ അല്ലേ. ഇതൊക്കെ നല്ല ആനയുടെ ഡിസൈനൊക്കെ കണ്ടിട്ടുണ്ട്. ഇതെന്തത്? DCM ബ്രാൻഡില് പുലി ഇറങ്ങിയിട്ടുണ്ട്. പുലിയുടെ കളറും മാറുന്നുണ്ട് കേട്ടോ. ഇത് എത്ര വരുന്നത്? 56 ഇത് 36 റോൾഡ് ഇത് കുറവുണ്ട്. പിന്നെ ഈ സൈഡ് കാണുന്നത് മൊത്തം വെർട്ടിക്കലിൽ ഫോയിൽ പ്രിന്റിന്റെ കളക്ഷൻസ് ആണ്. ഇതും കുറച്ചുകൂടി നല്ല മൂവിങ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റും കൂടിയാണ് വരുന്നത് കേട്ടോ. ഇപ്പോൾ DCM ബ്രാൻഡിന്റെ ഇപ്പുറത്ത് കാണാം, ഇപ്പുറത്താണെങ്കിൽ നമുക്ക് വെർട്ടിക്കലിന്റെ കാണാം. അത് ജയ്പൂരി അല്ലേ? ജയ്പൂരി കോട്ടണിൽ വരുന്ന പല പ്രിന്റ്സുകളാണ് കേട്ടോ ഈ വരുന്നത്. VIP VIP ജ്യോതി എന്നും പറയുന്നുണ്ടല്ലോ, VIP. അങ്ങനെ ജയ്പൂരി കോട്ടന്റെ ഇഷ്ടം പോലെ പ്രിന്റ്സ് അവൈലബിൾ ആണ്. പിന്നെ അപ്പുറത്ത് കാണുന്നത് നമ്മുടെ മദ്രാസ് ചെക്കിന്റെ പല ഇതൊക്കെ പ്യുവർ കോട്ടണിൽ വരുന്നതാ അല്ലേ? പ്യുവർ കോട്ടണില് ഇതൊക്കെ ഫ്രോക്കിന് കൂടുതൽ മൂവിങ് ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് വരുന്നത് അല്ലേ. പിന്നെ ഇനി പിങ്ക് ബ്ലോസം ബ്ലാക്ക് ബ്ലോസത്തിന്റെ ഒക്കെ ഇഷ്ടം പോലെ സ്റ്റോക്ക് ഉണ്ട്. ആ കാണുന്നത് ഇതോ നിങ്ങൾക്ക് വന്ന ഇവിടെ ഒരുപാട് പ്രിന്റ്സുകളൊക്കെ കാണാൻ പറ്റും. അവിടെയൊക്കെ കിളിരുണ്ട്, പൂക്കളുണ്ട്, ചെമ്പരത്തി ഉണ്ട്, ഫ്ലവേഴ്സ് ഉണ്ട്. അതൊക്കെ അതിന്റെ സ്റ്റോക്കുകളാണ് വരുന്നത്. കണ്ടോ, പിങ്ക് ബ്ലോസം ബ്ലാക്ക് ബ്ലോസം അതിന്റെ ഒക്കെ കളക്ഷൻസ് ആണ്, പുതിയ ഡിസൈൻസ് ഇഷ്ടം പോലെ സ്റ്റോക്ക്. അപ്പൊ ഇനി ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാൽ, ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ പതുക്കനെ നമുക്ക് കാണാൻ പറ്റുന്നത് ഫുൾ ക്രേപ്പിന്റെ ലൈനിങ് മെറ്റീരിയൽ. അതും ഏത് കളർ ചോദിച്ചാൽ എല്ലാതും ഉണ്ട് അല്ലേ? ഒരു ക്വാളിറ്റി ഉള്ളൂ. ഒരു ക്വാളിറ്റി ഹൈ ക്വാളിറ്റി. ആ ക്വാളിറ്റി ആണ് ഇതിരിക്കുന്നത്. ഇത് നമുക്ക് ക്രേപ്പ് നമ്മുടെ ഡ്രസ്സിന്റെ അടിയിലേക്ക് ലൈനിങ്ങിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ കാണുന്നത് പല കളേഴ്സിലിരിക്കുന്ന ക്രേപ്പിന്റെ ലൈനിങ് ആണ്. അവിടെ ഏത് കളർ ചോദിച്ചാലും ഇവിടെ കിട്ടും. ഇത് ഫുൾ ക്രേപ്പ് തന്നെയാണ്, ഇതും ഫുൾ ക്രേപ്പ് തന്നെയാണ്. ഈ അറ്റം വരെ കാണുന്നത് മൊത്തം ക്രേപ്പിൻ്റെ ലൈനിങ് മെറ്റീരിയൽ മാത്രം. അതേപോലെ ഒരുപാട് കളേഴ്സും ഉണ്ട്. ഇനി ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ജയ്പൂരി കോട്ടൻ്റെ, ഇത് ജയ്പൂരി കോട്ടൺ തന്നെയാണ്. ഇതൊക്കെ കൂടുതൽ നമ്മൾ കുർത്തീസിന് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. കുർത്തീസിന്, നൈറ്റീസിനല്ല, കുർത്തീസിന് അല്ലേ? കുർത്തീസിന്. അത് പ്രിന്റുകൾ കാണിച്ചു തരണം. അത് പ്രിന്റ് കാണിച്ചു തരാന്ന് പറഞ്ഞാൽ തുറന്നാലേ ഇതിൻ്റെ അടിയിലത്തെ ആ ദാമൻ പോർഷൻ കറക്റ്റായിട്ട് കാണുള്ളൂ. അപ്പോൾ നിങ്ങൾ നേരിട്ട് വരികയാണെങ്കിൽ ഒരുപാട് നല്ല നല്ല കളക്ഷൻസ് വന്ന് നേരിട്ട് കാണാൻ പറ്റും. വീഡിയോ കോൾ എന്ന് പറയുമ്പോൾ ഒരു ലിമിറ്റൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പോൾ പോരാത്തിന് തിരക്കിൻ്റെ സമയം. അപ്പോൾ വീഡിയോ കോളിലായാലും ഫുള്ളായിട്ട് കാണാനൊന്നും പറ്റിയെന്ന് വരില്ല, ചിലപ്പോൾ കുറേ ടൈം എടുക്കും. അപ്പോൾ നേരിട്ട് വരായിരിക്കും കുറച്ചുകൂടി ബെറ്റർ അല്ലേ? അപ്പൊ ഇതവിടെ ഇരിക്കട്ടെ. ജയ്പൂരി കോട്ടന്റെ ഇവിടെയും ഫുൾ ആ കളക്ഷൻസ് ഒക്കെ തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത്. നിസ്കാര കുപ്പായം എന്നാണ് അപ്പൊ ഇത് തയ്ക്കാതെ ക്രേപ്പിന്റെ പല പ്രിന്റ്സിൽ വരുന്നതാണ് കേട്ടോ. അപ്പൊ നിസ്കാര കുപ്പായം ആയാലും ശരി, നമുക്ക് ഫ്രോക്കിനെ പറ്റിയിട്ടുള്ള കളക്ഷൻസ് ആയാലും എല്ലാത്തിലും പറ്റുന്ന ഒരു മെറ്റീരിയൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു ക്രേപ്പ് വരുന്നത്. ഇനി നമുക്ക് ഇപ്പുറത്ത് വരുന്നത് കുറേ ഉണ്ട് കേട്ടോ ജയ്പൂരി കോട്ടണിൽ തന്നെ. അതുപോലെ ടോപ്പ് ബോട്ടം അങ്ങനെയും വരും. ഇത് ടോപ്പ് ഇത് ബോട്ടം, ഇൻഡിഗോ ബ്ലൂ. ഇത് ടോപ്പ് ഇത് ബോട്ടം അങ്ങനെ അല്ലെങ്കിൽ ഫുള്ള് ടോപ്പ് ബോട്ടം ആയിട്ട് ഇത് ഫുൾ ഇൻഡിഗോന്റെ മാത്രം കളക്ഷൻസ് ആണ്, പല പ്രിന്റ്സിൽ വരുന്നതാണ്. ജയ്പൂരി കോട്ടന്റെ ഇഷ്ടംപോലെ കളക്ഷൻസ്, ഇഷ്ടംപോലെ വെറൈറ്റീസും ഉണ്ട്. അങ്ങനെ വെറൈറ്റീസ്. പിന്നെ നമുക്ക് അങ്ങോട്ട് ഒന്ന് പോയി നോക്കാം ആ സൈഡിൽ എന്താണ് ഐറ്റംസ് വരുന്നത്. ഇനി ഇപ്പുറത്തെ സൈഡ് വരുമ്പോൾ നമുക്ക് അതിലും ഉണ്ട്. നമുക്ക് ജയ്പൂരി കോട്ടനും പിന്നെ എന്ന് വെച്ചാൽ വെക്കാൻ സ്ഥലമില്ലാത്ത പോലെയാണ് ഇപ്പോൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എന്ന് പറയുമ്പോൾ അത്രയും അധികം എന്താ പറയുക, ഓണത്തിൻ്റെ ഒരു സീസൺ ആയതുകൊണ്ട് പ്രിന്റുകൾ ഇഷ്ടംപോലെ. സൈക്കിളുടെ പ്രിന്റ് കേട്ടോ, ഫ്ലവർ സൈക്കിളിൽ തന്നെ ഡിഫറെൻറ്റ് കളേഴ്സിൽ വരുന്നത്. ഓണം സ്പെഷ്യൽ ആയിട്ടുള്ള ബേസിൽ വരുന്നത് പല പ്രിന്റ്സ്. ഇപ്പം ഇതിൽ 4 ഷെയ്ഡ് കാണുന്നത്, 4 ഷെയ്ഡ് മൊത്തം എടുക്കണം എന്ന് നിർബന്ധമില്ലല്ലോ. അതേ സിംഗിൾ എടുക്കാം. ഇനി നമുക്കത് ഇപ്പുറത്ത് നോക്കിയാൽ ഈ സൈഡ് കാണുകയാണെങ്കിൽ ഫുൾ പ്രിന്റുകളാണ്. ഇതിൽ എല്ലാ പ്രിന്റും എനിക്ക് ഓപ്പൺ ചെയ്ത് കാണിക്കാന്ന് പറയുമ്പോൾ പോസിബിളേ അല്ല. പക്ഷെ നിങ്ങൾക്ക് നേരിട്ട് വന്നാൽ അത് പോസിബിളാണ്. എൻ്റെ പൊന്നെ, ഇതിലൊരു ആന ഡിസൈൻ കൂടെ, ആനയുടെ അടിപൊളി വെറൈറ്റീസ് ഇതിലുണ്ട് കേട്ടോ. ആനയുടെ നല്ല പ്രിന്റുകൾ വരുന്ന വലുതും ചെറുതായിട്ടുള്ള ഇഷ്ടം പോലെ കളക്ഷൻസ് വരുന്നതാണ്. പിന്നെ ഡിസ്ചാർജ് പ്രിന്റ്, ഇത് കോറ കോട്ടൺ അല്ലേ? ഹക്കോബയാ? ഹക്കോബ അടിയില്
ഇതിൽ ഇങ്ങനെ എംബ്രോയിഡറി ഡിസൈൻ, അതുപോലെ തന്നെ അടിയിൽ ഹക്കോബേര വർക്ക്. അപ്പം ഈ പൂവിൻ്റെ കളർ ഇങ്ങനെ മാറും കേട്ടോ. ഇതിപ്പോൾ നീലയാണെങ്കിൽ അതിന് പകരം നമുക്ക് വയലറ്റ് ഉണ്ട്, പിങ്ക് ഉണ്ട്. नीचे कस्टमर है, जल्दी आओ। നീച്ചെ കസ്റ്റമറേ. नीचे कस्टमर है, नीचे कोई नहीं है, एक जगह नहीं है। ആ കേട്ടോ, കസ്റ്റമറാണ് വേഗം വരാനായിട്ട്. കസ്റ്റമർ വന്നാൽ അപ്പോഴേക്കും ബിസിയാണ് ഇവരൊക്കെ. ഇതെന്താ ഇവിടെ? ഇതൊക്കെ ഏതാ മെറ്റീരിയൽ തന്നെ? ഇതൊക്കെ ഏതാ മെറ്റീരിയൽ? ഇത് ജോർജറ്റ് ഡെൽറ്റ മെറ്റീരിയൽ. ഡെൽറ്റ മെറ്റീരിയലിന്റെ പ്രിന്റുകളാണ് കേട്ടോ ഇപ്പൊ ഈ കണ്ടോണ്ടിരിക്കണത് മൊത്തം. നേരത്തെ പറഞ്ഞതിന്റെ ഡിഫറെന്റ് കളേഴ്സിൽ കിട്ടുന്ന പറഞ്ഞില്ലേ കൂറ കോട്ടന്റെ ഇതേട്ടാ. അതിൽ അടിയിൽ ഇങ്ങനെ ഹക്കോബേര ഉടുപ്പൊക്കെ തയ്ക്കാൻ അടിപൊളിയായിരിക്കും. പിന്നെ ഹക്കോബേല് വൈറ്റ് പ്ലെയിനിൽ വരുന്നുണ്ട്. ഇത് നോക്കിയാൽ വൈറ്റിൽ അത് ഡിഫറെന്റ് ആണ് കേട്ടോ. അടുത്ത് വന്നാലും അറിയാൻ പറ്റുള്ളൂ. ഒക്കെ കാണുമ്പോൾ വൈറ്റ് ആണെങ്കിലും കാണുമ്പോൾ വൈറ്റ് ആയിരിക്കും, പക്ഷെ എല്ലാതും ഡിഫറെന്റ് വർക്കാണ്. പിന്നെ ജോർജറ്റിൽ അതില് ബ്ലൂമിങ് ജോർജറ്റ് ബ്ലൂമിങ് ജോർജറ്റ് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് നമുക്ക് നമ്മുടെ രീതിയിൽ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന കുറെ കളക്ഷൻ. പിന്നെ ഞാൻ പിടിച്ചിരിക്കുന്ന ഹക്കോബേലത്തെ ഡിഫറെന്റ് കളേഴ്സ്. ഇത് ഫുൾ പ്ലെയിനിലാണ്. ഫുട്ബോൾ ഉണ്ട്, പിന്നെ ചെറിയ ഹോൾസ് വരുന്നുണ്ട്. അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഇവർ ഓൾറെഡി ഫേമസ് ആണ്. അത്യാവശ്യം എന്താ പറയുക, എറണാകുളം മാർക്കറ്റിൽ എനിക്കത് കേരളത്തിലത്തെ തന്നെ കൂടുതൽ സെലക്ഷൻ ഉള്ള ഒരു കടയും കൂടിയാണ് നമ്മുടെ മെറ്റീരിയൽസിൽ. ഇതൊക്കെ നമ്മുടെ ഇതാ വരുന്നത് ലൈനിങ് അല്ല ബോട്ടത്തിന് ക്യാമ്പ്രിക് കോട്ടൺ കോട്ടണിൽ ഡിസ്ചാർജ് പ്രിന്റുകൾ ഇഷ്ടം പോലെ കിട്ടും കേട്ടോ. നേരത്തെ വന്ന് കൊണ്ടുപോകാം ഇഷ്ടം പോലെ. അതുപോലെ തന്നെ ഹക്കോബേലും ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. നമ്മുടെ വിചിത്രയിൽ പ്ലെയിന് കാണുന്നുണ്ട്. നമ്മുടെ ഓണത്തിനുള്ള ധാവണിക്ക് പറ്റിയിട്ടുള്ള കളക്ഷൻസ് ആണ്. ധാവണിക്കൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് മൽച്ചന്തേരിയിൽ ടോപ്പ് ബോട്ടം അതങ്ങനെ സെറ്റ് ആക്കി വെച്ചിരിക്കണം കേട്ടോ. മൽച്ചന്തേരിയിൽ ടോപ്പ് ബോട്ടം അങ്ങനെ ഫുൾ കളക്ഷൻസ്. ഇത് ഫുൾ അതിൻ്റെ കളക്ഷൻസ്. ഇനി മുകളിൽ എന്തായിരിക്കുന്നത്? അങ്ങനത്തെ ഐറ്റംസ് ആണ്. സെലക്ഷൻ കൂടുതലുണ്ട് കേട്ടോ, അതാ പറയാനുള്ളത്. പിന്നെ ഫാക്ടറി പ്രൈസ് ആണ് മെയിൻ ആയിട്ട് കിട്ടുന്നത്. പിന്നെ നമ്മളിപ്പോൾ നിൽക്കുന്നത് എറണാകുളത്ത് മാർക്കറ്റ് റോഡിൽ രാജധാനിയുടെ ജസ്റ്റ് സൈഡിൽ ഇടയിലുള്ള വഴി പോയി കഴിഞ്ഞാൽ എത്തുമ്പോൾ കാണാൻ പറ്റുന്നത് മുംബൈ ഇനി മുകളിലേക്ക് പോവാം. നമുക്ക് ചാടി ഓടി പോവാം. ഷോള് ദുപ്പട്ടാസിന്റെ കളക്ഷൻസ്. അങ്ങനെ നിങ്ങൾ ഇവിടെ എത്തിയില്ലേ? പിന്നെ ഇങ്ങോട്ട് കയറി. കാരണം ഇവിടെ ലൈനിങ് ആണ് മൊത്തം ഉള്ളത്. ഈ ലൈനിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കോട്ടന്റെ ലൈനിങ് ആണ് വരുന്നത് അല്ലേ? 44. അതുപോലെ അതിന്റെ കളേഴ്സുകളാണ് കാണുന്നത്. കളേഴ്സ് ഡിഫറെന്റ് കളേഴ്സുകൾ. 44 വിഡ്ത്ത് വരുന്നത് അല്ലേ? ഓക്കെ. ഇത് ലൈനിങ് ആണ്, കോട്ടന്റെ ലൈനിങ് ആണ്. അത് അവരവിടെ സെലക്ട് ചെയ്തോട്ടെ. അവർ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി ഇപ്പുറത്തെ സൈഡ് വരുമ്പോൾ ഇവിടെയും ലൈനിങ് തന്നെയാണ്. ഈ ലൈനിങ് വരുന്നത് പോപ്ലിൻ ലൈനിങ് ആണ്. കൂടുതൽ സോറി ലൈനിങ് അല്ല, പോപ്ലിൻ മെറ്റീരിയൽ. അത് കൂടുതൽ യൂസ് ചെയ്യുന്നത് സ്കേർട്ടിനാണ് കേട്ടോ. പിന്നെ അതുപോലെ നമ്മുടെ പാന്റ് തയ്ക്കാം, സ്കേർട്ട് തയ്ക്കാം, കുട്ടികളുടെ ഷിമ്മി ഇതിനൊക്കെ കൂടുതൽ പോകുന്നതാണ് പോപ്ലിൻ മെറ്റീരിയൽ വരുന്നത്. അതിലും കളേഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇത് ഫുൾ അതിൻ്റെ കളക്ഷൻസ് അല്ലേ? ഫുൾ പോപ്ലിൻ മെറ്റീരിയൽ. നല്ല എന്താ പറയുക, ക്വാളിറ്റി വൈസ് അടിപൊളിയാണ്. പോപ്ലിൻ എന്ന് കേട്ടാൽ മാത്രം മതി അല്ലേ? അത്രേ ഉള്ളൂ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ. പിന്നെ ഇതും 44 എങ്ങനെയാ? 44 ആണ് വരുന്നത്. ഇത് ഇപ്പൊ ഈ 30 മീറ്ററിന്റെ താഴെ മുറിച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞു. ഓൾറെഡി 30 മീറ്ററിലെ റോളാണോ? അപ്പൊ പിന്നെ പ്രശ്നമില്ല. ഓക്കെ, അപ്പൊ പ്രശ്നം വരുന്നില്ല. അപ്പൊ പിന്നെ മുറിക്കേണ്ട അവിടെ വിഷയം വരുന്നില്ല. ഫുള്ള് റോൾ അങ്ങനെ തന്നെ എടുക്കണം എന്നുള്ള കാര്യം നിർബന്ധമാണ്. ഇനി നമുക്ക് നമ്മുടെ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചാലോ? ലൊക്കേഷൻ പറയണ്ടേ? ലൊക്കേഷൻ അറിയോ? എവിടെയാ നിക്കണേ? മുംബൈ പ്രിന്റ്. ആ മുംബൈ അല്ല കേട്ടോ, നമ്മുടെ ശരിക്കുള്ള മുംബൈ അല്ല, എറണാകുളത്താണ്. എറണാകുളത്ത് മുംബൈ പ്രിന്റ്. എറണാകുളത്ത് മുംബൈ എന്ന് പറയുമ്പോൾ ഒരു ഫേമസ് തന്നെയാണ് ഇവര്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെലക്ഷന്റെ കാര്യത്തിൽ അടിപൊളിയാണ്, ക്വാളിറ്റിയും അടിപൊളിയാണ്. റേറ്റ് നിങ്ങൾ വന്ന് നോക്കുക. കാരണം എല്ലാം സമയം അപ്പ് ആൻഡ് ഡൗൺ ആയിക്കൊണ്ടിരിക്കും. ഓരോ പ്രോഡക്റ്റ് ഓരോ ലോഡ് വരുമ്പോൾ അതിനനുസരിച്ചിട്ടായിരിക്കും റേറ്റ് കാര്യങ്ങൾ. പിന്നെ ഹോൾസെയിൽ ആയതുകൊണ്ടാണ് നമ്മൾ റേറ്റ് എടുത്ത് പറയാത്തത്. ഇനി ലൊക്കേഷൻ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ ബസ് വഴിക്ക് വരികയാണെങ്കിൽ മേനക ബസ് സ്റ്റോപ്പ് ഇറങ്ങിയിട്ട് അവിടുന്ന് പ്രസ് ക്ലബ് റോഡ് ചോദിച്ചു കഴിഞ്ഞാൽ രാജധാനി ചോദിക്കുക. രാജധാനിയുടെ ജസ്റ്റ് സൈഡിൽ കൂടെ ഉള്ള വഴി കൂടെ അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ നമുക്ക് എത്തിക്കഴിഞ്ഞാൽ മുംബൈ പ്രിന്റ്സ് കാണാം. ഇനിയിപ്പോൾ നിങ്ങൾ ട്രെയിൻ വഴിക്ക് വരുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ MG റോഡ് വഴിക്കൂടെ ആയിരിക്കും കയറുക. ആ MG റോഡ് വഴിക്കൂടെ കയറുമ്പോൾ ട്രെയിൻ ഇറങ്ങിയിട്ട് അവിടുന്ന് ഓട്ടോ പിടിച്ചാൽ മതി കേട്ടോ. ഓട്ടോ പിടിച്ച് കഴിഞ്ഞിട്ട് അവിടുന്ന് ഇതുപോലെ മാർക്കറ്റ് റോഡ് ചോദിച്ചിട്ട് മുംബൈ പ്രിന്റ് ചോദിച്ചാൽ മതി കേട്ടോ. ഇപ്പം ഇത്രയും ഈസിയാണ് ലൊക്കേഷൻ. ഇനി ഒന്നും ബുദ്ധിമുട്ട് വേണ്ട. സ്ക്രീനിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, വിളിച്ച് ചോദിക്കാൻ വരാം. പിന്നെ സീസൺ സമയത്ത് സൺഡേ ഓപ്പൺ ആണ്. അതുപോലെ ഷോപ്പിന്റെ സമയം വരുന്നത് 10 മണി തൊട്ട് 7 മണി വരെ. പിന്നെ ആൾക്കാരുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് കൂടുതൽ സമയം ഉണ്ടാവില്ലേ? ഇത്ര നേരം നമ്മുടെ കൂടെ നിന്നിട്ട് ഞാനേ
പേര് ചോദിച്ചില്ല, എങ്ങോട്ട് വാ. പേര് ദുർഗേഷ് നമ്മുടെ പെണ്ണുങ്ങളുടെ നൈറ്റിയുടെ മെറ്റീരിയൽ എടുത്തിട്ട് ഷർട്ട് സ്റ്റിച്ച് ചെയ്ത ദുർഗേഷ്. ഓക്കെ, അപ്പൊ അടുത്തൊരു പുതിയ വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.